നമസ്കാരം. മെയ് 4-ാം തീയതി വരെ നമുക്കൊരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു. ഒരു മുൻ ആരോഗ്യമന്ത്രി, പേര് വീണ ജോർജ്. ഒരു മന്ത്രിയാകാനുള്ള യാതൊരു യോഗ്യതയും ആ സ്ത്രീക്കില്ലായിരുന്നുവെങ്കിലും എങ്ങനെയൊക്കെയോ അവരൊരു മന്ത്രിയായി. വീണ ജോർജ് ആരോഗ്യമന്ത്രിയായതിനു ശേഷമാണ് കേരളത്തിലെ ആരോഗ്യരംഗം ഇത്രയേറെ അധപതിച്ചത്. ആരോഗ്യരംഗത്തെ നാണക്കേടിലാക്കുന്ന എത്രയോ സംഭവങ്ങൾ വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിരുന്ന ആ 5 കൊല്ലങ്ങൾക്കിടയിലുണ്ടായി. കൊല്ലത്തെ ഓട്ടോ ഡ്രൈവർ ചികിത്സ കിട്ടാതെ മരിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവിക്ക് തന്നെ ആരോഗ്യവകുപ്പിലെ പിടിപ്പുകേടിനെക്കുറിച്ച് മാധ്യമങ്ങളോട് വിളിച്ചു പറയേണ്ടി വന്നു. കോടിക്കണക്കിന് രൂപ കുടിശ്ശിക കിട്ടാത്തത് കൊണ്ട് വിതരണക്കാർ മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും എടുത്തുകൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തി. നിരവധി ചികിത്സാ പിഴവുകൾ, അങ്ങനെ നിരവധി സംഭവങ്ങളാണ് വീണ ജോർജിൻ്റെ ഭരണകാലയളവിൽ കേരളത്തിലെ ആരോഗ്യരംഗത്തുണ്ടായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ശസ്ത്രക്രിയ കഴിഞ്ഞതിനു ശേഷം വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടിയ ഹർഷിന, ഈ ഹർഷിനയോട് പോലും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ വീണ ജോർജ് ഒരു ദയവോ പരിഗണനയോ കാണിച്ചില്ല. മാസങ്ങളോളമാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിടുന്നത്. അവരെയും പരിഹസിക്കുന്ന ഒരു നിലപാടാണ് വീണ ജോർജ് സ്വീകരിച്ചത്. ഏകദേശം 2ാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്തോടു കൂടിയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു, തൻ്റെ കഴുത്തിന് പരുക്കുപറ്റി എന്ന് ആരോപിച്ചുകൊണ്ട് വളരെ നല്ലൊരു അഭിനയം വീണ ജോർജ് കാഴ്ചവെച്ചത്. വീണ ജോർജിൻ്റെ ആ നാടകം പിന്നീട് പൊളിഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ നാണം കെട്ട് നാറിയതും നമ്മൾ കണ്ടതാണ്. എന്നാൽ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജിന് മറുപടി കൊടുത്തു. ഇന്ന് തോറ്റ് തുന്നമ്പാടി തലയിൽ പാളത്തൊപ്പിയും കമഴ്ത്തി വീണ ജോർജ് വീട്ടിലിരിക്കുകയാണ്. മിനിഞ്ഞന്ന് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് വെച്ച് പത്തനംതിട്ട നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന അവരുടെ വാഹനം അപകടത്തിൽപ്പെട്ട വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു. ഞാൻ പറയാൻ തുടങ്ങിയത് അതല്ല. ഇപ്പോൾ നമുക്കൊരു വനിതാ മന്ത്രിയുണ്ട്. അവരുടെ പേര് ബിന്ദു കൃഷ്ണ എന്നാണ്. ആരോഗ്യമന്ത്രി മുരളീധരനാണ്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് വനിതാ മന്ത്രിയെ ആണ്. ഈ വനിതാ മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്നലെ ഒരു പെൺകുട്ടിയെ സന്ദർശിച്ചു. 2 ദിവസം മുൻപ് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ നെടുമങ്ങാട്ട് ഒരു 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ അമ്മയുടെ കാമുകൻ അഷ്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആ അഷ്കറിൻ്റെ മുൻ ഭാര്യ ആമിനയെയും അഷ്കർ മർദ്ദിച്ച് അവശയാക്കി. ആമിനയുടെ തലയോടൊക്കെ പൊട്ടി അവരിപ്പോൾ സംസാരിക്കുന്നത് പോലും നേരാവണ്ണം വ്യക്തമാകാത്ത രീതിയിൽ ചികിത്സയിലാണുള്ളത്. ആ ആമിനയെയാണ് ബിന്ദു കൃഷ്ണ ഇന്നലെ സന്ദർശിച്ചത്. തീർച്ചയായും അത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്താണ് മക്കളെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ബിന്ദു കൃഷ്ണ ആ പെൺകുട്ടിയോട് ഇടപെടുന്നത്. ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നിട്ടും അവരവിടെ പോയി. അതൊരു നാടകമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വീണ ജോർജ് ആണെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിൽ മിന്നൽ പരിശോധനയോ മറ്റോ ഒക്കെ നടത്തുമ്പോൾ ആദ്യം മാധ്യമങ്ങളെ അറിയിക്കും. അവിടെ ക്യാമറയും മാധ്യമപ്രവർത്തകരും ഒക്കെ എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. അതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കും. ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സ്റ്റാറാകാൻ വേണ്ടിയാണ് വീണ ജോർജ് ഇത്തരത്തിലുള്ള റെയ്ഡുകളും മറ്റുമൊക്കെ അന്ന് നടത്തിയിരുന്നത്. എന്നാൽ ബിന്ദു കൃഷ്ണ അവിടെ പോയത് മാധ്യമശ്രദ്ധയ്ക്ക് വേണ്ടിയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരുടെ പെരുമാറ്റം, അവരുടെ ശരീരഭാഷ, അവരുടെ മുഖഭാവം ഇതെല്ലാം തെളിയിക്കുന്നത് അവർ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവിടെ പോയത് എന്നുള്ളതാണ്. ബിന്ദു കൃഷ്ണയ്ക്ക് അവിടെ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നിട്ട് പോലും ബിന്ദു കൃഷ്ണ അവിടെ എത്തുകയും ഈ പെൺകുട്ടിയോടും അവളുടെ മാതാപിതാക്കളോടുമൊക്കെ സംസാരിക്കുകയും ചെയ്തു. സംസാരിക്കുക മാത്രമല്ല, അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചികിത്സാ സഹായം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. 2024 തന്നെ ആക്രമിച്ചു എന്ന് കാണിച്ചുകൊണ്ട് അഷ്കറിനെതിരെ ആമിന പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതിക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല. അത് ചെറിയൊരു അടിപിടിയല്ലായിരുന്നു. ആ പെൺകുട്ടിയുടെ തല പിടിച്ച് ഭിത്തിയിലിടിച്ച് ആ പെൺകുട്ടിക്ക് വളരെയധികം ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കുണ്ടാക്കി. അവളുടെ സംസാരത്തിന് പോലും വ്യക്തതയില്ല. ഇന്ന് തലയൊക്കെ മുണ്ഡനം ചെയ്ത് വല്ലാത്തൊരവസ്ഥയിലാണ് ആമിന. ഇപ്പോൾ അഷ്കർ തൻ്റെ കാമുകിയുടെ മകനായ ഒരു 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഈ ആമിനയുടെ കഥ പോലും പുറം ലോകം അറിയുന്നത്. നോക്കൂ, പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലൊരു സ്ത്രീയെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ആ സ്ത്രീ പരാതി കൊടുത്തിട്ട് പോലും 2 വർഷങ്ങൾക്കിപ്പുറം പോലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഒരു ഭരണമൊക്കെ ഇപ്പോഴും അയാളെ താങ്ങുന്ന ഈ അന്തം കമ്മികളെയൊക്കെ കുറ്റിച്ചൂലെടുത്ത് അടിക്കണോ വേണ്ടയോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഈ കേരളത്തിലെ ജനങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇപ്പോഴും അയാളെ താങ്ങി നടക്കുന്ന, അയാളുടെ മകൾക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും കൊലപ്പെടുത്താനും പോയി ജയിലിൽ കിടക്കുന്ന മണ്ടന്മാരെയൊക്കെ ന്യായീകരിക്കണോ? ജയിലിൽ കിടക്കുന്ന മണ്ടന്മാരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ന്യായീകരിക്കുന്ന വിവരദോഷികളായ അന്തം കമ്മികളെ ന്യായീകരിക്കണോ? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ.
ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ വേണ്ടത് ഇതുപോലുള്ള മന്ത്രിമാരാണ്. മുമ്പൊരിക്കലും ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലൊരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ല. അത്രയധികം കാര്യക്ഷമതയോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും പുതിയ മന്ത്രിമാർ ചെയ്യുന്നത്. അധികാരം ഏറ്റെടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എന്താണോ വാഗ്ദാനം ചെയ്തിരുന്നത് അതിൽ പലതും അവർ ഓരോന്നോരോന്നായി നടപ്പിലാക്കിക്കൊണ്ടുവരികയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ പോലും എത്ര മാന്യമായിട്ടാണ്, എത്ര സൗമ്യമായിട്ടാണ് ജനങ്ങളോട് ഇടപഴകുന്നത്, മാധ്യമപ്രവർത്തകരോട് പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. പിണറായി വിജയൻ ഇങ്ങനെയായിരുന്നോ? പിണറായി വിജയൻ്റെ 16 അടി ദൂരെ മാത്രമേ മാധ്യമപ്രവർത്തകർക്ക് പോലും നിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ആ സ്ഥാനത്താണ് ഇന്ന് ഇതുപോലൊരു മുഖ്യമന്ത്രി. ഇനി ആഭ്യന്തരമന്ത്രിയുടെ കാര്യമെടുത്താലോ? മറ്റേ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളിലും അയാളുടെ കക്ഷത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം അധികാരം ഏറ്റെടുത്ത് ആദ്യം ചെയ്തത് ഓപ്പറേഷൻ തൂഫാൻ, മയക്കുമരുന്നിനെതിരെ പോരാടാനായി ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു പദ്ധതി ആവിഷ്കരിക്കുകയായിരുന്നു. രമേശ് ചെന്നിത്തലയാണ് ആ പദ്ധതി ആവിഷ്കരിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് ഓപ്പറേഷൻ കുബേര എന്നൊരു പദ്ധതി കൊണ്ടുവന്നതും അത് വലിയ രീതിയിലുള്ള വിജയമായതും. അതുപോലെ പുതിയ മന്ത്രിസഭയിലെ മന്ത്രിമാരെല്ലാവരും ജനങ്ങളോട് അടുത്തു നിൽക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഈ ശ്രമം, അവരുടെ ഈ പെരുമാറ്റം ഇത് അവസാനം വരെ ഉണ്ടാകണം. അല്ലാതെ ഇത് തുടക്കത്തിലെ ഒരു ആവേശം മാത്രമാകരുത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ വലിയ സന്തോഷമുണ്ട്, വലിയ പ്രതീക്ഷയുണ്ട്. നിഷ്പക്ഷരായിട്ടുള്ളവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായവരും തന്നെ ഇപ്പോൾ സർക്കാരിന് അനുകൂലമായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത്. പക്ഷേ ചില വിവരദോഷികളായ അന്തംകമ്മികളെ നമ്മൾ സമൂഹത്തിൽ കൂട്ടേണ്ട കാര്യമില്ല. നമ്മളോടൊപ്പം നമുക്കിടയിൽ ജീവിക്കുന്നു, അത് നമ്മുടെ കാലക്കേട് കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതൊഴിച്ചാൽ അവരെ നമ്മൾ കണക്കാക്കേണ്ടതില്ല. അവർ മാത്രമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ അവഹേളിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കണക്കിലെടുക്കേണ്ട കാര്യവുമില്ല. എന്തായാലും ഞാൻ പറഞ്ഞു തുടങ്ങിയത് ബിന്ദു കൃഷ്ണയുടെ കാര്യമാണ്. മുമ്പുണ്ടായിരുന്ന നമ്മുടെ വനിതാ മന്ത്രി, അവരുടെ ആ ഒരു പെരുമാറ്റവും ഇപ്പോഴത്തെ ഒരു വനിതാ മന്ത്രിയുടെ പെരുമാറ്റവും ഞാൻ താരതമ്യപ്പെടുത്തി എന്നേ ഉള്ളൂ. എന്തായാലും ബിന്ദു കൃഷ്ണയുടെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം കൂടുതൽ പഴി കേൾക്കുന്നതും പരിഹാസം ഏൽക്കുന്നതും വീണ ജോർജിനാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലരും ചോദിക്കുന്നത്, വീണ ജോർജ് ഇവിടെ ഒരു മന്ത്രിയായിരുന്നല്ലോ, വനിതാ മന്ത്രിയായിരുന്നല്ലോ, എന്തുകൊണ്ട് സ്ത്രീകൾ നടത്തിയ സമരത്തിന് പോലും അവർ പിന്തുണ പ്രഖ്യാപിച്ചില്ല, അവരോട് ദയവോടുകൂടി സംസാരിച്ചില്ല, പകരം അവരെ എന്തിന് പരിഹസിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് സമൂഹ മാധ്യമം ഉൾപ്പെടെ ഇപ്പോൾ വീണ ജോർജിന് എതിരെ ഉയർത്തുന്നത്. എന്തായാലും വീണ ജോർജ് ഇതൊക്കെയൊന്ന് കാണണം. കാരണം കഴിഞ്ഞ 5 കൊല്ലം പൊതുജനങ്ങളുടെ നികുതിപ്പണം എടുത്താണല്ലോ നിങ്ങളൊക്കെ ഇത്തരത്തിൽ അർമാദിച്ചു നടന്നത്. അന്ന് പുച്ഛമായിരുന്നല്ലോ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോട്. നിങ്ങളുടെ ഇളയ സഹോദരന്മാരുടെ പ്രായമുള്ള ആൺകുട്ടികളെയാണ്, KSU പ്രവർത്തകരെയാണ് നിങ്ങൾ കള്ളക്കേസ് കൊടുത്ത് ജയിലിലടച്ചത്. എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഇത് കഴിയുക? എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഇത്രയധികം മനുഷ്യത്വം ഇല്ലാതെ പോകുന്നത്? അതൊക്കെ നിങ്ങൾ തെളിയിച്ചു തന്നു വീണ ജോർജ്. ഇനി നിങ്ങൾക്ക് പറ്റിയ പണി വല്ല ചവിട്ട് നാടകത്തിലോ അല്ലെങ്കിൽ ബാലെ ട്രൂപ്പിലോ അഭിനയിക്കാൻ പോകുക എന്നുള്ളതാണ്. അങ്ങനെ അഭിനയിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ആ രംഗത്തൊരു വിജയമുണ്ടാകും. കാരണം അത്രയേറെ ഗംഭീരമായിട്ടുള്ള ഒരു അഭിനയമാണ് നിങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ആക്രമണത്തിന് ശേഷം കാഴ്ചവെച്ചത്. എന്തായാലും ബിന്ദു കൃഷ്ണയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.